രമേശ് ചെന്നിത്തലയുടെ കലിപ്പ് തീരുന്നില്ല, ആകെ അലമ്പ്. തിങ്കളാഴ്ച വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ കീറാമുട്ടിയായി രമേശ് ചെന്നിത്തല നിൽക്കുകയാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എങ്കിൽ MLA സ്ഥാനത്ത് തുടരില്ല എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആദ്യത്തെ നിലപാട്. എന്നാൽ ഇന്നലെ ദീപദാസ് മുൻഷി, ബെന്നി ബെഹനാൻ, അൻവർ സാദത്ത്, ജോസഫ് വാഴക്കൻ തുടങ്ങിയ നേതാക്കൾ അദ്ദേഹത്തെ കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല വി.ഡി. സതീശനും KC വേണുഗോപാലും ഇന്നലെ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിന് വഴങ്ങുകയാണ് ചെയ്തത്. മന്ത്രിസഭയിൽ ചേരാം എന്നുള്ള ഒരു അറിയിപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്നാൽ ഇന്ന് ആകെ തകിടം മറിഞ്ഞിരിക്കുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് മന്ത്രിസഭയിൽ ചേരാം എന്ന് മാത്രമാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം വെച്ചിരിക്കുന്ന ഉപാധി ആഭ്യന്തര വകുപ്പ് കിട്ടിയേ മതിയാവുകയുള്ളൂ എന്നാണ്. സതീശൻ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അനുകൂലിച്ച് അദ്ദേഹത്തോട് നിലപാട് അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും അറിയില്ല. കാരണം വി.ഡി. സതീശന് ആഭ്യന്തരം ഇല്ലാതെ ഭരിക്കാനാവില്ല. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ആഭ്യന്തരം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്. പണ്ട് V.S. അച്യുതാനന്ദന് ആഭ്യന്തരം നൽകാതെ അദ്ദേഹത്തെ ഒരു ഡെമ്മിയാക്കി നിർത്തിയ കാര്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അത്തരമൊരു ഡെമ്മി മുഖ്യമന്ത്രിയാകാൻ വി.ഡി. സതീശൻ എത്രമാത്രം സന്നദ്ധനാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം വിട്ടുകൊടുക്കാനുള്ള തീരുമാനം. ഏതായാലും സതീശൻ അതിന് മുതിരുമോ എന്നുള്ളതാണ് കാണേണ്ടത്. രണ്ടാമതായി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രതിസന്ധി തൻ്റെ ഒപ്പമുള്ള 4 പേരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുള്ളതാണ്. IC ബാലകൃഷ്ണൻ, ജ്യോതികുമാർ ചാമക്കാല, TG വിനോദ്, അൻവർ സാദത്ത്, ഈ 4 പേരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വെച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉപാധി. അതായത് 2 ഉപാധികളിൽ തട്ടി നിൽക്കുകയാണ് മന്ത്രിസഭാ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം വേണം, മാത്രമല്ല തൻ്റെ വിശ്വസ്തരായ ഈ 4 പേരിൽ 3 പേരെയെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം. ചെന്നിത്തലയുടെ ഈ 2 ഉപാധികളിൽ തട്ടി നിൽക്കുകയാണ് മന്ത്രിമാർ ആരൊക്കെ വേണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ. മറ്റൊന്ന്, ലീഗ് ഇത്തവണ 5 സീറ്റാണ് ആവശ്യപ്പെടുന്നത്. അവർ നേരത്തെ തന്നെ അത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തങ്ങൾക്ക് 5 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് തന്നെ വേണം എന്നുള്ള കടുംപിടുത്തത്തിലാണ് ലീഗ്. മാത്രമല്ല PJ ജോസഫ് പറയുന്നത് തങ്ങൾക്കും 2 സീറ്റിന് അർഹതയുണ്ടെന്നാണ്. അങ്ങനെ മന്ത്രി തല ചർച്ചകൾ UDFിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഭ്യന്തരവും ഒപ്പം തൻ്റെ സിൽബന്ധികളായ ഈ 4 പേരിൽ 3 പേർക്കെങ്കിലും മന്ത്രിസ്ഥാനവും എന്നുള്ള കടുംപിടുത്തം രമേശ് ചെന്നിത്തല പിടിച്ചതോടുകൂടി മന്ത്രിസഭാ തീരുമാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ. അതിന് മുൻപ് തന്നെ ഈ പ്രതിസന്ധികൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇന്ന് വി.ഡി. സതീശനും KC വേണുഗോപാലും തമ്മിൽ ചർച്ച നടത്തി. അതിനുശേഷം വി.ഡി. സതീശൻ പറഞ്ഞത് ഈ വരുന്ന മണിക്കൂറുകൾക്കകം, അതായത് ഇന്ന് ശനിയാഴ്ച ഉച്ചയാണ്, നാളെ ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ, ഈ വരുന്ന മണിക്കൂറുകൾക്കകം തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും തങ്ങൾ തീരുമാനം ഉണ്ടാക്കും എന്നാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും സതീശന്റെ ഈ ഒരു ആത്മവിശ്വാസം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.